ഞാൻ ലൈവാണ്. കന്യാസ്ത്രീമാരെ കണ്ട ശേഷം ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇടതുപക്ഷ എംപിമാരും LDF പ്രതിനിധി സംഘവും. ഇപ്പോൾ അവർ വീണ്ടും ഇപ്പുറത്തുള്ള ജയിലിൽ, അതായത് ഈ കന്യാസ്ത്രീമാർക്കൊപ്പം ഈ പെൺകുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവിനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ യുവാവിനെ കൂടി കാണാൻ വേണ്ടി എംപിമാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ യുവാവിനെ ബജരംഗൾ പ്രവർത്തകർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ ഉൾപ്പെടെയും ആ യുവാവിൻ്റെ വീഡിയോ സംഭാഷണം ഉൾപ്പെടെ കൈരളി TV പുറത്തുവിട്ടിരുന്നു. അത് പ്രത്യേകിച്ച് തന്നെ കഴുത്തിന് പിടിച്ച് മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീമാരെ അടക്കം മർദ്ദിച്ചു എന്ന് ഈ യുവാവ് അന്ന് പറയുന്ന വീഡിയോ സഹിതം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഈ യുവാവിനെ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ എംപിമാരും അതോടൊപ്പം തന്നെ ബൃന്ദാക്കാരാട്ടും ആനി രാജി അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ പോയിരിക്കുന്നത്. ഇപ്പോൾ കന്യാസ്ത്രീമാരുമായി ജയിലിനകത്ത് കയറി സംസാരിച്ച് അതിനുശേഷം തിരിച്ചു വന്നു. പിന്നീട് ഇപ്പോൾ പ്രതികരണം നൽകിയില്ല. പിന്നീട് ഇപ്പോൾ ഈ യുവാവിനെ കൂടി കണ്ട ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ എംപിമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ഈ ജയിലിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഇവർക്ക് സന്ദർശനം പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ സന്ദർശനം നിശ്ചയിച്ചത്. ഇത് തുടർന്ന് വലിയ രീതിയിൽ ഇവിടെ പോലീസുമായിട്ടെല്ലാം തന്നെയും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ആദ്യം പോലീസിന് നിലപാട് സ്വീകരിച്ചത് ഇത് അനുമതി ചോദിച്ചില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ അനുമതി ചോദിച്ചതിൻ്റെ കൃത്യമായ രേഖകൾ സഹിതം എംപിമാരും ഇടതുപക്ഷ പ്രതിനിധികളും ചൂണ്ടിക്കാട്ടിയപ്പോൾ പിന്നീട് സമയം കഴിഞ്ഞുപോയി എന്ന ചില സാങ്കേതിക കാരണങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും പിന്നീട് ഈ കന്യാസ്ത്രീമാരെ കണ്ടേ മടങ്ങുന്ന തീരുമാനമെടുക്കുകയും ഇന്നലെ റായ്പൂരിൽ തങ്ങുകയായിരുന്നു. റായ്പൂരിൽ തങ്ങിയ ശേഷം ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇവർ പറയുന്ന സമയത്ത് തന്നെ എത്തുകയും പിന്നീട് ഈ ജയിൽ സൂപ്രണ്ട് പോകാൻ അനുവദിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കന്യാസ്ത്രീമാരെ ഇടതുപക്ഷ എംപിമാരും അതോടൊപ്പം തന്നെ LDF പ്രതിനിധി സംഘവും ഇപ്പോൾ സന്ദർശിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇനിയിപ്പോൾ ഈ യുവാവിനെ കൂടി കണ്ട ശേഷം ആ യുവാവുമായി സംസാരിച്ച ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ എംപിമാർ പറഞ്ഞിരിക്കുന്നത്.